Okay, just start it. Okay, Leda, feel it. Okay, okay, Sumesh, thank you. Okay, thank you all. Mention the chat. Okay. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? മെഡിറ്റേഷനെ കുറിച്ചായിരുന്നല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മെഡിറ്റേഷൻ ആയിരുന്നു നമ്മൾ ടോപ്പിക് വെച്ചുകൊണ്ടിരുന്നത്. കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ. ചില ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് മെഡിറ്റേഷൻ സമയത്ത് വരും ഒന്ന് നോക്കി പോകുന്നത്. മെഡിറ്റേഷൻ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ മെഡിറ്റേഷനെ കുറിച്ച് വലിയ ധാരണയില്ല, ഐഡിയ ഇല്ലാത്തതാണ് പ്രശ്നം. എന്താണ് മെഡിറ്റേഷൻ? എന്തിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്? മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ സുമേഷ്, താങ്ക് യു. ജമീൽ, താങ്ക് യു. മെഡിറ്റേഷനെ കുറിച്ചുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഐഡിയ ഇല്ല. അതാണ് വലിയ പ്രശ്നമായിട്ട് വരുന്നത്. മെഡിറ്റേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്? ജസ്റ്റ് കമൻറ്റ്. നിങ്ങൾക്ക് അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഓക്കെ ബഷീർ, ഗുഡ് മോർണിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്? നന്നായി ചെയ്യാൻ ശ്രമിച്ചു വരുന്നു. ഓക്കെ മാത്യു, ശരിയാവും. ഓക്കെ, കാം മൈൻഡ്. ഓക്കെ, മൈൻഡ് കൂളാക്കാൻ. ഓക്കെ, ഡിപ്രഷൻ കുറയാൻ. ഓക്കെ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പ്രധാനപ്പെട്ട ഈ ബെനിഫിറ്റ്സ്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് റിലാക്സ്. ഓക്കെ, മൈൻഡിൽ സംഭവിക്കുന്ന ഇതൊക്കെയാണ് റിലാക്സേഷൻ, ഡിപ്രഷൻ, നിങ്ങളുടെ ഫോക്കസ് കൂട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. സിമ്പിളായിട്ട് ബ്രെയിനിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താ നടക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയത്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറിയ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബ്ലഡിൻ്റെ ക്ലോട്ട് ഉണ്ടോ, സ്ട്രോക്ക് ഉണ്ടോ എന്ന് പറയുമ്പോഴത്തേന് നേരെ നിങ്ങളെ MRI മെഷീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിടും അല്ലേ? ആ MRI, അതേപോലെ തന്നെ FMRI, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങളുടെ MRI ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ MRI ചെക്ക് ചെയ്യാൻ പറ്റും. അത് പഠിച്ചു കണ്ട് ആണ് പുതിയ എന്തുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലെ, ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ആരും അൺമ്യൂട്ട് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബ്രെയിനിലെ 2-3 ഏരിയാസ് ആക്ടിവേറ്റഡ് ആവും. അതിന് വലിയ പേരുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. സ്പെസിഫിക് 2-3 ഏരിയാസ് ഉണ്ട് നമ്മുടെ ബ്രെയിനകത്തുള്ള. ഈ ഏരിയാസ് ആക്ടിവേറ്റഡ് ആവും. നമ്മൾ ഫങ്ഷണൽ MRI പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. 3 ഏരിയാസ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് ആക്ടിവേറ്റഡ് ആവും. അതേപോലെ തന്നെ നിങ്ങൾ ECG കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ECG കേട്ടിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും ECG. ഇല്ല, പൊതുവെ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇന്ന്. ഓക്കെ, ECG പോലെ തന്നെ ECG അളക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നും വരുന്ന കരണ്ടിനെയാണ്, ഇലക്ട്രിസിറ്റിനെയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്, അതിനെ അളക്കാണ് ഈ ECG ചെയ്യുന്നത്. ഓക്കെ നദീറ, നമ്മുടെ തലയിൽ നിന്നും ഇതേപോലെ തന്നെ കരണ്ട് വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. വളരെ ചെറുതാണെന്ന് മാത്രം. നമ്മുടെ വയറിൽ ഒഴുകുന്ന പോലെയുള്ള ഇലക്ട്രിസിറ്റി അല്ല, വളരെ ചെറിയ ഇലക്ട്രിസിറ്റി. അതിനെ അളക്കുന്ന ഒരു യന്ത്രമാണ് EEG എന്ന് പറയും, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതുമായി അളന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിസിറ്റിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മാറ്റം സംഭവിക്കും. സാധാരണ നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ സാധാരണ ബീറ്റ വേവുകളായിരിക്കും നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്ത് നിന്നും വരിക. നിങ്ങൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ ആൽഫ വേവുകൾ, വീണ്ടും റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ തീറ്റ വേവുകളിലേക്കൊക്കെ ഈ പുറത്തേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി മാറും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഫങ്ഷണൽ MRI എടുത്തു നോക്കിയാലും ഈ ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്
വൈ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലയുടെ ഷേപ്പ് തന്നെ മാറ്റാൻ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ബെനിഫിറ്റ്സ് ആയിരിക്കും കിട്ടുക. ഒരുപാട് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് കൂടുതൽ കൂടുതൽ നമ്മുടെ കൈകളിലേക്ക് വരും എന്നുള്ളതാണ്. ഈ 3 ഏരിയാസ്, ഞാൻ പറഞ്ഞ 3 ഏരിയാസ് മെഡിറ്റേഷൻ സമയത്ത് ആക്ടിവേറ്റ് ആവുന്നു, അവർ ഉദ്ദീപിക്കപ്പെടുന്നു, അവർ എനർജറ്റിക് ആവുന്നു. ഈ 3 ഏരിയാസും ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക് ഇമോഷൻസ് അധികമായി വരുന്നു, നമ്മളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇമോഷണൽ കൺട്രോൾ ഇല്ല, ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല. അതേപോലെ തന്നെ ഇന്ന് കൂടുതലായിട്ട് നമ്മൾ ഒരു കാലത്ത് പറഞ്ഞു വരുന്നത് IQ വേണം, ഇന്റലിജൻസ് ക്വോഷ്യൻസ് വേണം, IQ വേണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല ബുദ്ധി വേണം, ഒരുപാട് ഓർമ്മശക്തി വേണം. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് അതൊന്നും അല്ല ആവശ്യം. നമുക്ക് ഇമോഷണൽ ക്വോഷ്യന്റ് ആണ് ആവശ്യം. നമുക്ക് ഓർത്ത് വെക്കാൻ, ഇന്ന് പണ്ടത്തെ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൊബൈൽ നമ്പറുകൾ ഒരു 10-20 മൊബൈൽ നമ്പറൊക്കെ ഓരോരുത്തരും ഓർത്ത് വെക്കുമായിരുന്നു ഇല്ലേ? ഇന്ന് നമുക്ക് മൊബൈൽ നമ്പർ ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ സ്വന്തം മൊബൈൽ നമ്പർ ഒഴിച്ച് നിങ്ങൾക്ക് എത്ര മൊബൈൽ നമ്പർ അറിയാം? ജസ്റ്റ് കമന്റ് ഡൗൺ. നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ അല്ലാതെ, മൊബൈൽ നമ്പർ അല്ലാതെ നിങ്ങൾക്ക് എത്ര ആളുകളുടെ മൊബൈൽ നമ്പർ കാണാതെ അറിയാം? ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മൊബൈൽ നമ്പർ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ സൂക്ഷിക്കാൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇൻഫോർമേഷൻ തരാൻ ഇന്ന് ChatGPT ഉണ്ട്, ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉണ്ട്. 1, 3 അതാണ്. പണ്ടത്തെ ആളുകളെ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ നിങ്ങളൊരു 20-30 നമ്പറൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഏറ്റവും കുറഞ്ഞത് 20 നമ്പറെങ്കിലും നിങ്ങൾ പറയുമായിരുന്നു. കാലം മാറുകയാണ്. ഇന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിയുടെ, ഓർമ്മശക്തിയുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ചാറ്റ് ബോട്ടുകൾ അല്ലെ? ഈ ഒരു 4 വർഷം കൊണ്ട് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ് ചാറ്റ് ബോട്ടുകൾ. നമ്മൾ എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം അപ്പ കിട്ടും. അപ്പോ നമുക്ക് പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് പിന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്ന് നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷൻസ്. നമ്മൾ ഒരുപാട് ഇൻ്റലിജൻ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആയിരുന്നാലും പോസിറ്റീവ് ഇമോഷൻസ് ആയിരുന്നാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മനസ്സ് എത്തിപ്പെടുക, പാകപ്പെടുക, രൂപപ്പെടുത്തുക. ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, ഞാൻ എല്ലാ സെഷനിലും പറയാറുണ്ട്, പെയിൻ പ്ലഷർ സൈക്കിളുകൾ ഉണ്ട്. മനസ്സ് നമ്മുടെ കൺട്രോൾ അല്ലെങ്കിൽ മനസ്സ് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ പെയിൻ പ്ലഷർ സെൻസേഴ്സ് ആണ് വർക്ക് ചെയ്യുക. നമുക്ക് പെട്ടെന്നൊരു സന്തോഷം കിട്ടണം, എനിക്കിപ്പോൾ ആകെ ടെൻഷനാണ്, ആകെ പ്രശ്നമാണ്, പെട്ടെന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുന്നു, പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ പെട്ടെന്നൊരു സിനിമ കാണുന്നു. പെട്ടെന്ന് നമുക്ക് സന്തോഷം കിട്ടണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയുള്ള വർക്കുകൾ, അതിനു വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് പ്ലഷർ. അതേപോലെ തന്നെ പെയിന്, ഒരുപാട് കാര്യങ്ങളിൽ ഈ പെയിനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കത് ചിന്തിക്കുന്നതേ പ്രശ്നമാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നു. നമ്മുടെ വർക്ക് നമുക്ക് ആകെ ടെൻസ്ഡ് ആണ്, നമ്മളൊക്കെ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ പെയിന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോൾ അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ മൈൻഡിനെ നമ്മൾ മെരുക്കിയെടുക്കുക, നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക, മൈൻഡിനെ എന്നിട്ട് ഫ്രീ ആക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത്.
അല്ലെ? മെഡിറ്റേഷൻ നമ്മുടെ ക്ലാസ്സിൽ വന്ന് ഇത്രയും ദിവസം മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച മാറ്റങ്ങൾ. ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുണ്ട് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകളെ പ്രസന്റിലേക്ക് കൊണ്ടുവരുന്നു. വാണ്ടറിങ് മൈൻഡ് ഈസ് എ അൺഹാപ്പി മൈൻഡ് എന്നാണ് നമ്മൾ പറയുക. ഓടി നടക്കുന്ന മൈൻഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന മൈൻഡ് എപ്പോഴും അൺഹാപ്പി ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും പേരെടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഒരുപാട് പഠനങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോ ഈ നിമിഷം ഇവിടെ ഇരുന്നു കൊണ്ട് വേറെ ഒരുപാട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, ബാക്കി സംഭവങ്ങളാണ് ചിന്തിക്കുന്നത്. മെമ്മറീസ്, പാസ്റ്റ് മെമ്മറീസും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആന്റിസിപ്പേഷൻ, അതായത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ, ഉത്കണ്ഠയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റില്ല. അതിന് നിങ്ങൾ ഈ നിമിഷം ഇവിടെ ജീവിക്കാൻ തുടങ്ങണം. ഈ നിമിഷത്തിന്റെ ഭംഗി നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. അതിനുള്ള ഇമ്പോർട്ടൻ്റ് ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. ചെയ്യുന്ന ദിവസവും ചെയ്യാത്ത ദിവസവും നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ സ്വാതിക? ചെയ്യുന്ന ദിവസവും ചെയ്യാത്ത ദിവസവും നല്ല വ്യത്യാസമുണ്ട്. വളരെ വലിയ വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും മെഡിറ്റേഷന്. ഓക്കെ, ഓക്കെ. ആരോ റെക്കോർഡിംഗ് റിക്വസ്റ്റ് ചെയ്തിരുന്നില്ലേ? നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ വീഡിയോ. ക്ലാസ്സിന്റെ വീഡിയോ കംപ്ലീറ്റ്ലി നമ്മൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കംപ്ലീറ്റ്ലി യൂട്യൂബിൽ അവൈലബിൾ ആവും. ഇതുവരെ ചെയ്ത വീഡിയോസും യൂട്യൂബിൽ ഉണ്ടാവും. മാക്സിമം വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ഇപ്പം ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് പാസ്റ്റ് ലൈഫിലാണ്. മനുഷ്യർക്ക് മാത്രമുള്ള സ്വഭാവമാണ് കേട്ടത്, അല്ലെ? ബാക്കി ജീവികള് ഇന്നലെ സംഭവിച്ചു എന്നുള്ള സങ്കടങ്ങളിൽ ഇരിക്കാറില്ല. അവരവരുടെ പ്രസന്റ് ലൈഫിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഹാപ്പിനെസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രകൃതി ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നത്, പ്രകൃതി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് സാധിക്കാത്തതിന്റെ കാരണം നമ്മൾ ഇന്നലകളിൽ ജീവിക്കുന്നു, നാളകളിൽ ജീവിക്കുന്നു. ഇതിൽ മാറ്റം വരുത്താൻ ചില ആളുകൾക്ക് പിന്നെ ചോദിച്ചൊരു ഇന്നലെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറക്കം വരുന്നു, അതേപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വേറെ ഓരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അതിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ഡൗൺ ചെയ്യാം. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, മെഡിറ്റേഷൻ ചിലപ്പോൾ ചില ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരാം. നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റോർട്ടഡ് ആണ്. മൈൻഡ് ഒട്ടും ഒരു വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെ, ചില ആളുകൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് അങ്ങനെ ഇരുന്ന് ശീലമില്ലാത്ത ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കുള്ള 3 ടിപ്സ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്നാമതായിട്ടുള്ളത്, ഫസ്റ്റ് ഓഫ് ആൾ ഉള്ളത് മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളുകള്, നമ്മൾ അധികം റെസ്റ്റ്ലെസ് ആയുള്ള ആളുകൾ ഉണ്ടായാൽ എന്താ ചെയ്യുക? അവരെ ADHD, ഇപ്പൊ അല്ലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവമാണ് ADHD ആണ് നിനക്ക് എന്ന് പറഞ്ഞാണ്ട് അവരെ ഒരു പേരിട്ട് വിളിച്ച് മാറ്റി നിർത്തുക ചെയ്യുക. അങ്ങനെയല്ല, ചില ആളുകൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് റെസ്റ്റ്ലെസ് ആയിരിക്കും, ചില ആളുകൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നിങ്ങൾക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ ഒരു നിലക്കും പറ്റുന്നില്ലെങ്കിൽ, സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ്. അതിന് സാധിക്കാത്ത ആളുകൾ ഫസ്റ്റ് ചെയ്തു തുടങ്ങേണ്ടത് മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നുള്ളതാണ്. നിങ്ങൾ നടക്കുക, ജസ്റ്റ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നതോ ഒന്നും ചെയ്യുന്നതല്ല, ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് നടക്കുക. നിങ്ങളുടെ നടക്കുന്നതിന് ലക്ഷ്യങ്ങൾ പാടില്ല, ലക്ഷ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റ് നിങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അത് ഫീൽ ചെയ്യുക. നമ്മുടെ കൈകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? കാലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാലുകൾ നമുക്ക് നടക്കണമെങ്കിൽ 45 ഡിഗ്രിയിൽ കാലുകൾ ചെരിച്ച് പ്രഷർ കൊടുത്താണ് നമ്മൾ നടക്കുക, അല്ലെ? അത് ഫീൽ ചെയ്യുക. നമ്മുടെ
ഹാർട്ട് ശ്വസനം ഫീൽ ചെയ്യുക, ബാക്കിയുള്ള സെൻസുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നമ്മൾ നടക്കുക. ബാക്കി പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ മോർണിംഗ് കുളിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ തണുപ്പ്, അല്ലെങ്കിൽ ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ ശരീരം അതിനോട് റിയാക്ട് ചെയ്യുന്നത്, ഓരോ ശരീരഭാഗങ്ങളിലും വെള്ളം ഒഴുകി പോകുന്നത്, നിങ്ങൾ സോപ്പ് തേക്കുമ്പോൾ അതിൻ്റെ സെൻസേഷൻ നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യുക. നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങള്, നമുക്ക് ചുറ്റുമുള്ള എയർ, നമുക്ക് ചുറ്റുമുള്ള സ്മെല്ല്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യുക. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മുടെ ലൈഫിൽ നോർമലായി കഴിഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. ഫസ്റ്റ് ടൈം നിങ്ങളൊരു ചെരുപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ആ ചെരുപ്പ് ഇടുന്നതും കാലേമ ടച്ച് ചെയ്യുന്നതും ഇല്ലേ, നമ്മളത് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സംഭവങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും, ഓട്ടോമാറ്റിക് മൈൻഡ് മെക്കാനിസം ആവും. നിങ്ങൾ ഫസ്റ്റ് ടൈം ഡ്രൈവിംഗ് പഠിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞ് പിന്നെ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി. ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ, നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, 90% കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അത് അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്നു. അതിൽ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരിക, അതാണ് ശരിക്കും നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ. അതിലേക്ക് നിങ്ങൾ എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വെറുതെ കിടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ബെഡിൽ ടച്ച് ചെയ്യുന്നത്, തിരിച്ച് ബെഡ് നിങ്ങളെ പ്രഷർ ചെയ്യുന്നത്, ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഫീൽ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ചെയറിൽ ഇരിക്കായിരിക്കും അധിക പേരും. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയറിന് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, ചെയർ തിരിച്ച് നിങ്ങളെ താങ്ങി നിർത്തുന്നുണ്ട്. ജസ്റ്റ് നമ്മളത് ഫീൽ ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന വളരെ സില്ലി ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങാം. ഇതാണ് നിങ്ങൾ പ്രസന്റ് മൊമെന്റിലേക്ക്, മൈൻഡ്ഫുൾനെസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നെങ്കിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും. മെഡിറ്റേഷൻ നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്തരം മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് കൊണ്ടുവരിക. പിന്നെ ഉള്ളതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ക്ലിയർ അല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നിങ്ങളുടെ ചാറ്റ് ബോട്ടുകൾ എടുക്കുക, വർക്ക് ചെയ്യുക, നിങ്ങളത് ഫീൽ ചെയ്യുക. നിങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കുകയാണ്, നിങ്ങൾ ടച്ച് ചെയ്യുമ്പം നിങ്ങളുടെ വിരലുകൾ ടച്ച് ചെയ്യുന്നത്, നിങ്ങൾ ആ എസ് അല്ലെ, യെസ് കമന്റ് ചെയ്യുന്നത് ജസ്റ്റ് ഫീൽ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പലപ്പോഴും നമുക്ക് വെറൈറ്റി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സാധാരണ ഭക്ഷണമാണെങ്കിൽ നമ്മൾ അധികം ആൾക്കാർ സമയമൊന്നും ഉണ്ടാവില്ല, അങ്ങ് വിഴുങ്ങി വിടാൻ ശ്രദ്ധിക്കുന്നില്ല. ഓരോ ഉരുളയെടുത്തും നിങ്ങളുടെ വായിലെടുത്ത് നിങ്ങൾ ചവച്ചരച്ച് അത് ആസ്വദിച്ച് വേണം കഴിക്കാൻ. അത് നമ്മുടെ വായിൽ വെക്കുമ്പോഴുള്ള സെൻസേഷൻ, ചൂടുണ്ടോ, എന്താണ് സെൻസേഷൻ തരുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പലതും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങൾ ഭക്ഷണത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കളറ്, അതിൻ്റെ ടെക്സ്ചറ്, അത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുക, അത് ഫീൽ ചെയ്യുക, വായിൽ ചവച്ചരച്ച് കഴിക്കുക. ഇതാണ് ശരിക്കും മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത്. ഇങ്ങനെ നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പരമാവധി, എല്ലാ സമയത്തും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഓരോ ലൈഫിന്റെ പാർട്ടായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ പരമാവധി മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പോകുന്ന സ്ഥലങ്ങള്, നമ്മൾ കുളിക്കുമ്പോൾ, എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇതാണ് ഈ മന്ത്രയാണ്, ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക. നമ്മൾ പ്രസന്റ് ലൈഫിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുവരുന്നു.
ബോധപൂർവം ഇന്റൻഷനലി നമ്മൾ മനഃപൂർവ്വം പ്രസന്റിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ ലൈഫിൽ ഒരുപാട് നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ, ഇന്നലെകളും നാളെകളും നമുക്ക് ഒരുപാട് മാറ്റിവെക്കാൻ, ഓട്ടോമാറ്റിക്കലി മാറ്റിവെക്കാൻ സാധിക്കും. നമ്മൾ പ്രസന്റിലേക്ക് വരും. പിന്നെ 2-3 ടെക്നിക്സ് ഉള്ളത്. ഒന്ന്, ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ 2-3 ടെക്നിക്സ് ഉള്ളത്. ഒന്ന്, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ പോലെ തന്നെ നിങ്ങൾ ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ അതും നിങ്ങൾ പതുക്കെ സ്ലോലി വേണം വെള്ളം കുടിക്കാൻ. അധികം ആൾക്കാർ ഒരു ഗ്ലാസ് ഒന്നിച്ച് കമഴ്ത്തുന്നത് പോലെ അങ്ങനെ അധികം വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. സ്ലോലി വേണം വെള്ളം കുടിക്കാൻ. പിന്നെ ഉള്ളത് അരോമ തെറാപ്പി, കുറച്ചും കൂടി ഉള്ള ടെക്നിക്സ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ മെഡിറ്റേഷൻ, ഈ മൈൻഡ്ഫുൾനെസ് ചെയ്യാനൊന്നും ആളുകൾക്ക് സമയമില്ല, താല്പര്യമില്ല. ഞാൻ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകൾ, ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ചുള്ള ഒന്നും വേണ്ട യൂട്യൂബ് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യൂറോപ്യൻസ് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് അവരും ഒരു കാലത്ത് നമ്മളെക്കാൾ മുന്നേ ഈ സ്ട്രെസ് ആയിട്ടുള്ള ലൈഫ് ജീവിച്ചു തുടങ്ങിയവരാണ്. നമ്മൾ ഈ സ്ട്രെസ് ലൈഫ് തുടങ്ങിയിട്ട് ആകെ 20-30 വർഷമായിട്ടുള്ളൂ. അവർ 200-300 വർഷങ്ങൾക്ക് മുന്നേ വ്യാവസായിക വിപ്ലവം വന്നതിന്റെ ശേഷമാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ മുന്നേ അവർ സ്ട്രെസ് ലൈഫ് ജീവിക്കാൻ തുടങ്ങിയത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരും ഒരുപാട് കാലം ഒരുപാട് മരുന്നുകൾ, പല വിധത്തിലുള്ള തെറാപ്പീസ് ഒക്കെ യൂസ് ചെയ്ത് ജീവിച്ചവരാണ്. ഈ മരുന്നുകൾക്കൊന്നും അല്ല എൻ്റെ ആരോഗ്യം ഉണ്ടാക്കാൻ ശേഷിയുള്ളത്. നമ്മുടെ ആരോഗ്യം വരേണ്ടത് ഈ മരുന്നുകളിൽ നിന്നൊന്നും അല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ലോകത്തിന്റെ അത് അറേബ്യൻ ലിറ്ററേച്ചർ എന്നുള്ള മെഡിറ്റേഷൻ ആണെങ്കിൽ അറബിൽ അത് മുറാക്കബ എന്നാ പറയാ, അറബ് ലാംഗ്വേജിൽ. അതായിരുന്നാലും നമ്മുടെ റൂമിയുടെ ഒരുപാട് സംഭവങ്ങളായിരുന്നാലും, ഇന്ത്യൻ ലിറ്ററേച്ചർ ആയിരുന്നാലും, ഇനി ഇക്കിഗായ് എന്നൊക്കെ പറയുന്ന ചൈനീസ് ലിറ്ററേച്ചർ ആയിരുന്നാലും, അതൊക്കെ ഇംഗ്ലീഷിൽ ഇന്ന് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠനം നടത്തി അതിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തുപയോഗിക്കുന്നു. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആകെ ശ്രദ്ധിക്കുന്നത് അവരൊഴിവാക്കിയ, അവിടെ നിരോധിച്ച ഒരുപാട് മരുന്നുകൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് അത് പരമാവധി ഉപയോഗിക്കുക. നമ്മൾ കേരളത്തിലെ മരുന്ന് ഉപയോഗത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ ലോകത്ത് തന്നെ ശരാശരിയിൽ വളരെ ഉയരത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് മരുന്ന് ഉപയോഗത്തിൽ. അതിൻ്റെയും ഉയരത്തിലാണ് കേരളം നിൽക്കുന്നത്. ഇന്ത്യൻ ശരാശരിയുടെ 11% അധികമാണ് നമ്മുടെ മരുന്ന് ഉപയോഗം. നമ്മൾ എന്ത് ചെറിയ പ്രശ്നം വന്നാലും അപ്പം കയറി മരുന്ന് കഴിക്കും, പ്രശ്നം തീർന്നു. നമ്മൾ ഇതിനെ നേരിടാൻ, ഫേസ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിന് സ്വയം ഹീൽ ചെയ്യാൻ, അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എവിടെയാണോ പ്രശ്നം സംഭവിച്ചത് അത് ഹീൽ ചെയ്യാനുള്ള സമയം നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. നമ്മൾ സ്ട്രെസ്ഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, നമുക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. നമ്മുടെ ലൈഫിലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ല. നമ്മൾ ഓടുകയാണ്. എന്നിട്ട് ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ? നമുക്ക് ബാക്കി പത്രമായിട്ട് എന്നിട്ട് എന്താണ് ലൈഫിൽ നിന്ന് കിട്ടുന്നത്? കുറെ സ്ട്രെസ്സും ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അല്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ്, അതിനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ്, നമുക്ക് അർഹിക്കുന്ന വിഷയങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. യൂറോപ്യൻസ് ഒഴിവാക്കി ഒരുപാട് മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അവര് മനസ്സിലാക്കിയ അതേ സത്യം ഒരുപാട് യൂറോപ്യൻ കൺട്രികള് പൈസ കൊടുത്തിട്ടാണ് അറബിലുള്ള നമ്മുടെ ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട്. റൂമിയുടെ, അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ലിറ്ററേച്ചർ, ഇമാം ഗസാലിയുടെ അടക്കം ലിറ്ററേച്ചർ ഇന്ന് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. അവൈലബിൾ മാത്രമല്ല, അവർ അപ്ലിക്കേഷൻസ് ആക്കി അത് ഓരോന്നും ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ മെഡിറ്റേഷൻ പോലും എന്താണെന്ന് അറിയില്ല. എനിക്ക് അതിനൊന്നും സമയമില്ല. ഞാൻ വേണമെങ്കിൽ ഭക്ഷണത്തിന് ശേഷം 2 ഭക്ഷണത്തിന് മുന്നേ 2, രാത്രി ഉറങ്ങാൻ നേരത്ത് 4 ഗുളിക കഴിക്കാം. അതിനപ്പുറം ലൈഫിനെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നത്. ഇതിന്റെ ഒരു വിരോധാഭാസം നിങ്ങൾ ആലോചിക്കുന്നു.
ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആളുകൾ പറയും എന്നെ രോഗികളാക്കിയത് ആരാണ്? ഹോസ്പിറ്റലുകളും ഡോക്ടേഴ്സാണ് എന്നെ രോഗികളാക്കിയതെന്ന്. നമ്മളെ രോഗികളാക്കുന്നത്, നമ്മുടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നത്, നമ്മുടെ മാനസികാരോഗ്യം, നമുക്ക് സ്ട്രെസ് വരുന്നു, ഡിപ്രഷൻ വരുന്നു, പ്രശ്നത്തിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥമായിട്ടുള്ള സത്യങ്ങൾ അവിടെ മൂടി വെച്ചിട്ട് നമ്മൾ ഇത്തരം മിഥ്യാധാരണകൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെ എത്താൻ പറ്റാതെ പോകുന്നത്. അല്ലെ? നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് എന്തിപ്പോ ഈ എല്ലാ ഭയങ്കര ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ബിഗ് ബോസ് എന്നുള്ളത്, അല്ലെ? ബിഗ് ബോസ് കാണുന്ന ആരുണ്ട് അതില്? നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിലെ ന്യൂനതകൾ, അവൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, എൻ്റെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകളുണ്ട്, അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് ശരിയാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ലോകത്ത് കാണുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർ ഇമേജ് മാത്രമാണ്. നമ്മൾ ഈ ലോകത്ത് കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ്. ഒരു ചെറിയൊരു സിമ്പിള്, മോട്ടിവേഷൻ സ്പീക്കിങ്ങിലൊക്കെ സ്ഥിരം പറയാവുന്ന ഒരു സിമ്പിൾ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ചെറിയ കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് അമ്മയോട് പറയും, ഈ ലോകം വളരെ ദുഷിച്ചതാണ്, ലോകം ശരിയല്ല എന്ന് പറയും. അപ്പൊ അമ്മ ചോദിക്കുമ്പോ എന്താ നീ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കും. അപ്പൊ കുട്ടി പറയും, കാരണം വേറൊന്നുമല്ല, ആരും എന്നെ നോക്കി ചിരിക്കുന്നില്ല. ആരും എന്നെ നോക്കി ചിരിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അമ്മ തിരിച്ചു ചോദിക്കും, നീ അതിനെ ആരെങ്കിലും നോക്കി ചിരിച്ചോ എന്ന്. ഇല്ല, ഞാൻ ആരെയും നോക്കി ചിരിച്ചില്ല. നാളെ നീ ഒരു കാര്യം ചോദിയേ, നീ എല്ലാവരെയും നോക്കി ചിരിക്കെന്ന് പറയും. പിറ്റേന്ന് കുട്ടി പറയും, ഭൂമി ഭയങ്കര സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്, എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നിങ്ങൾ പുറത്ത് പ്രശ്നങ്ങളാണ്, ആകെ അസുഖങ്ങളാണ്, പ്രശ്നങ്ങളാണ്, നെഗറ്റിവിറ്റികള്, നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് നെഗറ്റിവിറ്റികളെ നിങ്ങൾ തേടാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റികൾ ഒരുപാട് കാണാൻ പറ്റും. നിങ്ങൾ അതല്ല, പോസിറ്റിവിറ്റികളാണ്, നിങ്ങൾ ഭംഗിയാണ് തിരയുന്നത്, സൗന്ദര്യമാണ് നിങ്ങൾ ഈ ലോകത്ത് തിരയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇതിലേത് വേണം? ഭംഗിയുള്ള ഒരു ജീവിതമാണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണോ നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്, ആദ്യം റെഡിയാക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ അകമാണ്. സന്തോഷം കണ്ടെത്താനുള്ള, യഥാർത്ഥമായിട്ടുള്ള ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. എങ്കിൽ ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ഔട്ട് ആവും. പലപ്പോഴും പലരും പറയുന്നത്, അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഭാര്യ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികള്, അതേപോലെ തന്നെ എൻ്റെ പേരൻസ്, എൻ്റെ സുഹൃത്തുക്കള്, ഇവരൊക്കെ നെഗറ്റിവിറ്റി അല്ലേ, അപ്പൊ ഞാൻ മാത്രം പോസിറ്റിവിറ്റി ആയിട്ട് എന്ത് കാര്യം എന്നുള്ളത് വെറുതെ പറയുന്നതാണ്. ഇതല്ല അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങൾ അവരുടെ എല്ലാ മനുഷ്യരിലും നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഉണ്ടാവും. നിങ്ങളുടെ പോസിറ്റിവിറ്റി ആണ്, നിങ്ങളുടെ സന്തോഷമാണ് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നതെങ്കിൽ, ആ ഹൈ എനർജിയാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളോടുള്ള ബാക്കിയുള്ളവരുടെ അപ്രോച്ച് ഓട്ടോമാറ്റിക്കലി മാറി വരും. അതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പവർ എന്ന് പറഞ്ഞാൽ. ഓട്ടോമാറ്റിക്കലി അത് മാറി വരും. നിങ്ങളുടെ ലൈഫ് നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള ലൈഫിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ അകത്ത് കണ്ടെത്താൻ ശ്രമിച്ചാൽ, നമ്മുടെ അകത്തുള്ള ഈ വയറിങ്ങുകളുടെ പ്രശ്നം കറക്റ്റായിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ടെത്താൻ സാധിക്കും. അതാണ് യഥാർത്ഥമായിട്ടുള്ള അവയർനെസ്. അതല്ലാതെ എൻ്റെ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്ത് അതിൽ ഏത് ഡയഗ്നോസ് ആണ്, ഇതിൽ എത്ര ഗ്രേഡ് ആണ്, അത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കലല്ല നിങ്ങൾക്ക് നൽകാനുള്ള അവയർനെസ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ, നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലൈഫിൽ അതിനുള്ള നന്ദി നിങ്ങൾ പ്രകാശിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല.
നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയും. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് തന്നെ പോയി നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തിനോടൊക്കെ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ളത്. ജസ്റ്റ് നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് എഴുതി വെക്കുക, എന്നിട്ട് അത് ഫീൽ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫ് പോസിറ്റിവിറ്റിയിലേക്ക് കടന്നു വരും. ഓക്കെ, നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, ഗ്രാറ്റിറ്റ്യൂഡ് വരെ എത്തി. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു ആൾ. ആർക്കെന്ത് സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഹൗ വാസ് ടുഡേ സെഷൻ? മെഡിറ്റേഷൻ രാവിലെ മാത്രമല്ല, ഇനി നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, ചെയ്യണം. എങ്കിലേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ സനിൽ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൾ.